ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. നമ്മൾ വീടുകളിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഞാൻ എൻ്റേതായ ഒരു വേർഷനിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീരെ വെള്ളം കുറഞ്ഞ പോയാൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇനി ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കേൾക്കും കേട്ടോ. ഞാൻ ആദ്യമേ പരിപ്പ് വേവിച്ചതിന് ശേഷമാണ് മറ്റ് കഷ്ണങ്ങൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി വേണം. അത് ഞാൻ ഇച്ചിരി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, ഒന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് അലുത്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ട പച്ചക്കറി കഷ്ണങ്ങൾ എടുക്കാം. ഞാനിവിടെ ഒരു ഞങ്ങൾ 3 പേരുള്ള അപ്പോൾ ചെറിയൊരു സാമ്പാർ വെക്കുന്നത്. ഒരു പകുതി കഷ്ണം കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പകുതി കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്, വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പടവലങ്ങ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു 2-3 ചെറിയ കഷ്ണം പയറെടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക 2 എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ സാമ്പാറിന് മുറിക്കുന്ന രീതിയിൽ ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്ക ചേർത്തിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന പരിപ്പിനുള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഞാൻ മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. വെണ്ടയ്ക്ക മാത്രമേ മാറ്റി വേവിക്കാറുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ് കായം ചേർത്ത് കൊടുക്കാം, ഒരു 1-2 ടീസ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം, രണ്ട് ടീസ്പൂണ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ആ വാളംപുളി, അതിൻ്റെ ആ വെള്ളം മാത്രം ഒന്ന് ഞരടി പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഇങ്ങനെ കയ്യിലൊന്ന് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് വേകാനുള്ള വെള്ളം, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ കേൾക്കാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി വേവ് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പകുതി വേഗാവട്ടെ. ആ സമയത്ത് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ചെറിയുള്ളി ഞാൻ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, കളറൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടി നമ്മൾ ആദ്യമേ ശകലം ചേർത്തായിരുന്നു, എന്നാലും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചാറ് കുറവാൻ തോന്നുവാണെങ്കിൽ നമുക്ക് എത്ര കൊഴുപ്പാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇതിങ്ങനെ തിളച്ച് മറിയണം ഒരു കുറച്ച് നേരം, 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.